നമസ്കാരം. മലയാള ടെലിവിഷൻ രംഗത്ത് ചരിത്രം കുറിച്ച ഏഷ്യാനെറ്റ് മ്യൂസിക് റിയാലിറ്റി ഷോയാണ് ഐഡിയ സ്റ്റാർ സിംഗർ. ഷോയിൽ പല മേഖലകളിൽ നിന്നായി എത്തിയ നിരവധി ഗായകർ കഴിവ് തെളിയിച്ച് ഉയർന്നു വന്നിട്ടുണ്ട്. ഇന്ന് മലയാളത്തിന്റെ മുൻനിര ഗായകരുടെ ലിസ്റ്റിലുള്ള വൈക്കം വിജയലക്ഷ്മി, അമൃത സുരേഷ്, അഞ്ജു ജോസഫ്, അരുൺ ഗോപൻ, ദുർഗ വിശ്വനാഥ്, ശ്രീനാഥ് തുടങ്ങിയവരെല്ലാം ഐഡിയ സ്റ്റാർ സിംഗറിലൂടെ തലവര മാറ്റി എടുത്തവരാണ്. അതുപോലെ ഒരാൾ തന്നെയായിരുന്നു ബാബു. എന്നാൽ ഇവരെ പോലെ തലവര മാറിയില്ല. മറ്റു കാര്യങ്ങളാണ് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ സംഭവിച്ചത്. കായംകുളമാണ് വളർത്തിയത്. അതുകൊണ്ട് തന്നെ പേരിന്റെ കൂടെയുള്ള സ്ഥലപ്പേര് തന്റെ അനുഗ്രഹമാണെന്ന് ഐഡിയ സ്റ്റാർ സിംഗർ ഫെയിം ബാബു നേരത്തെ പറഞ്ഞിരുന്നു. എംജിയും ചിത്രയും ശരത്തുമൊക്കെ ജഡ്ജസായി എത്തിയ ഷോയിലെ മത്സരാർത്ഥിയായിരുന്നു ബാബു. പിന്നീട് ഷോയിൽ നിന്നും ഔട്ടായെങ്കിലും ഇന്നും ബാബുവിന് ആരാധകർ ഏറെയാണ്. ഇടക്കാലത്ത് ബാബുവിനെ കുറിച്ചുള്ള വാർത്തകൾ ഏറെ പ്രചരിച്ചിരുന്നു. തെരുവിൽ ഭിക്ഷ എടുത്താണ് ബാബുവിന്റെ ജീവിതമെന്നാണ് വാർത്തകൾ പ്രചരിപ്പിച്ചത്. ഇപ്പോഴത്തെ താരം നൽകിയ അഭിമുഖമാണ് വൈറലാകുന്നത്. അനാഥനായാണ് ജീവിത തുടക്കം. ആരും ഉണ്ടായിരുന്നില്ല. വഴി അമ്പലത്തിൽ വഴി തെറ്റി വന്നു ഞാനൊരു വാനമ്പാടി. ഈ ഗാനം പോലെയാണ് തന്റെ ജീവിതമെന്നാണ് ബാബു പറയുന്നത്. എന്റെ സ്ഥലം കരുവാറ്റ എന്ന് പറയുമ്പോൾ കാരണം എന്നെ എടുത്തു വളർത്തിയതാണ്. പാപ്പൻ എന്നൊരാളാണ് എന്നെ വളർത്തിയത്. ഞാൻ എവിടെയാണ് ജനിച്ചതെന്നോ അച്ഛനും അമ്മയും ആരോ എന്നോ എനിക്കറിയില്ല. അച്ഛന്റെ പേര് എന്താണെന്ന് ചോദിച്ചാൽ പത്മനാഭൻ എന്നാണ് പറയുക. കാരണം ഭഗവാൻ വിഷ്ണു, സരസ്വതിയാണ് അമ്മ എന്നാണ് താൻ എല്ലാവരോടും പറയുകയെന്നും ബാബു പറയുന്നു. 14 വർഷം പാപ്പന്റെ സംരക്ഷണത്തിലാണ് വളർന്നത്. അതിനുശേഷം അദ്ദേഹം മരിച്ചുപോയി. പിന്നെ പാപ്പന്റെ ബന്ധുവിന്റെ കൂടെ ആയിരുന്നു ജീവിതം. പിന്നെ ഒറ്റയ്ക്കായി ജീവിതം. ആ സമയത്താണ് സംഗീതം പഠിക്കുന്നത്. ആദ്യം ഹാർമോണിയം പഠിച്ചു. അങ്ങനെയാണ് സംഗീത ലോകത്തിലേക്ക് എത്തിയത്. അവിടെ നിന്നുമാണ് ചാനലുകളിൽ അവസരം ലഭിച്ചതും കാവേരി അവതരിപ്പിക്കാൻ കയറുന്നതും. സ്റ്റാർ സിംഗർ വരുന്നതിന് മുൻപേ ബസ്സുകളിൽ പാടിയായിരുന്നു സംഗീത ജീവിതം. ഇപ്പോൾ കുടുംബമായി ഭാര്യയും 2 പെൺമക്കളുമുണ്ട്. ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യമായി കരുതുന്നത് കായംകുളത്തുകാരനായതാണ്. തന്റെ പരദൈവമായി സായിബാബയെയും പരശക്തിയായി ചെട്ടിക്കുളങ്ങര അമ്മയെയും ആണ് കാണുന്നത്. സ്റ്റാർ സിംഗറിൽ പാടുന്ന സമയത്തെ അവിടെയുള്ള ആളുകളുമായി ബന്ധമില്ലെന്നും ബാബു പറഞ്ഞു. സ്ട്രീറ്റ് സിംഗറിൽ നിന്നും സ്റ്റാർ സിംഗറിലേക്ക് എത്തിയ വ്യക്തിയായതുകൊണ്ട് തന്നെ എന്നെ ഉൾക്കൊള്ളാൻ കുറച്ച് ബുദ്ധിമുട്ട് അവിടെ ഉള്ളവർക്കുണ്ടായിരുന്നു. ശരത് സാറും എംജി സാറും ഒക്കെയായിരുന്നു ജഡ്ജസ്. അന്നും അവർ വിളിക്കാറില്ല. ഇന്നും അവർ വിളിക്കില്ല. അവർ ആരെയും പ്രൊമോട്ട് ചെയ്യുന്നവർ ആയിരുന്നില്ല. അവർ അവരുടെ ജോലി ചെയ്യുന്നു എന്ന് മാത്രം. സ്റ്റാർ സിംഗറിൽ നിന്നും ഇറങ്ങിയ ശേഷം സ്ട്രീറ്റ് സിംഗറായി പോയിട്ടില്ല. ഓച്ചിറ ക്ഷേത്രത്തിലും ചെട്ടിക്കുളങ്ങരയിലും പാടുന്നു എന്നല്ലാതെ സ്ട്രീറ്റ് സിംഗറായി പോയിട്ടില്ല. ഞാൻ ഭിക്ഷ എടുത്ത് പാടുന്നു എന്ന് പറയുന്നത് തെറ്റാണ്. ഒരിക്കലും അത് ശരിയല്ല. ഒരു 50 പൈസ എനിക്ക് ആര് തന്നാലും ഓസ്കാർ കിട്ടുന്ന പോലെയാണ്. ഞാൻ അത് നിഷേധിക്കാറില്ല. സാമ്പത്തികത്തിന് വേണ്ടി തുണി വിരിച്ചിരുന്നു പാടുന്ന ആളല്ല ഇപ്പോൾ ഞാൻ. പ്രാരാബ്ദങ്ങളുണ്ട് എങ്കിലും ഒരിക്കലും അതിനുവേണ്ടി ചെയ്തിട്ടില്ല, ബാബു പറഞ്ഞു.